സോ ഫ്രണ്ട്സ്, ഇതൊരു നോർമൽ ടെക്നോളജി വീഡിയോ ഒന്നുമല്ല. എനിക്ക് വ്ളോഗൊന്നും ചെയ്ത് യാതൊരു പരിചയമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കൊരു കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡക്റ്റ് അല്ല, ആക്ച്വലി നമ്മുടെ ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സ് അടിച്ച് എൻ്റെ പ്ലേ ബട്ടൺ കഴിഞ്ഞ ദിവസം നമുക്ക് കൊറിയർ ചെയ്ത് ഡെലിവർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചില വീഡിയോകളിലൊക്കെ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രൊഡക്റ്റ് എറിഞ്ഞു തരുന്ന സീൻസ് കാണാറുണ്ട്. അപ്പോൾ ആരാണ് എറിഞ്ഞു തരുന്നതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഓടിക്കളിക്കുന്നത് ഇതൊക്കെ എറിഞ്ഞു തരുന്നതൊക്കെ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിക്ക് പണ്ട് തൊട്ടേയുള്ളൊരു വലിയ ആഗ്രഹമാണ് എൻ്റെ ചാനൽ എന്തെങ്കിലും ഒരു സാധനം അൺബോക്സ് ചെയ്യണമെന്ന്. പലപ്പോഴും ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഇതൊരു പ്ലേ ബട്ടൺ ആണെന്ന് അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അവൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചെന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് നിൻ്റെ ഒരു ആഗ്രഹമല്ലേ, നീ തന്നെ അൺബോക്സ് ചെയ്തോളൂ എന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നത്. അവൾക്കിത് പ്ലേ ബട്ടൺ ആണെന്ന് ഇതുവരെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവളിത് അൺബോക്സ് ചെയ്യുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ പ്ലേ ബട്ടൺ ഇവിടെ ഇങ്ങനെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ യൂട്യൂബിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആളോട് ഞാൻ ഡോറിൻ്റെ പുറത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുക. കാരണം ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒന്ന് വിളിക്കാം. ദിവ്യ, ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്, വാ. ഹലോ. മതി, അത്രയൊന്നും ഹായ് വേണ്ട. എന്താണ് ഇന്നത്തെ പരിപാടി? ഓക്കെ, റിവ്യൂ. അപ്പോൾ നിനക്ക് റിവ്യൂ ഉള്ള സാധനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അറിയാമല്ലോ നിനക്ക് അൺബോക്സിംഗ് ഒക്കെ ചെയ്യാൻ? ചെയ് മെല്ലെ ധൃതി കൂട്ടല്ലേ. കത്താണോ അത്? നമുക്ക് 1,00,000 സബ്സ്ക്രൈബർ ആയതിന്റെ അവാർഡാണത്. അയ്യോ എന്ത് തോന്നുന്നു നിനക്കിപ്പോ? കരയല്ലേ? എന്താണ് പ്രേക്ഷകരോട് എന്താണ് പറയേണ്ടതെന്ന് പറയാം. നന്ദിയുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ട? ചാനൽ കണ്ടു കഴിഞ്ഞാല് അപ്പൊ എന്താ അത് വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? കാണിച്ചു കൊടുക്കണല്ലേ പ്രേക്ഷകർക്ക്? എന്താണ് ഇരിക്കുന്നത്? വായിച്ച് കാണിച്ചു കൊടുക്ക. യൂട്യൂബ് ചാനൽ